നാലാം വയസ്സിൽ വസൂരി നഷ്ടപ്പെടുത്തിയ അമ്മയുടെ വാത്സല്യം മുതൽ ഇങ്ങോട്ട് 100ലേക്ക് കടന്ന 21ാം നൂറ്റാണ്ടിന് പോലും വേലിക്ക് കത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തളർത്തുവാനായിട്ടില്ല. PS-നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിച്ചത് വെറും ഒരു നാക്കുപിഴയല്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു കടന്ന് മാർക്സിസ്റ്റ് ആശയങ്ങളുള്ള ഒരു പ്രസ്ഥാനത്തെ രൂപീകരിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട 32 സഖാക്കളിൽ ഇന്നുവരെ ജീവിച്ചിരുന്ന ഏക വ്യക്തി കടമകളെ കരളു തുടിപ്പിൻ തുടികൊട്ടി ഉണർത്തി വിടർത്തി കരുതലിനൊരു പതിറ്റാണ്ടുകൾ ഒരു ജനതയുടെ വിശ്വാസങ്ങളെ നെഞ്ചേറ്റിയ പ്രിയപ്പെട്ട സഖാവിനെ പ്രസ്ഥാനം എന്നല്ലാതെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? നയിച്ച കാലത്തോളം ഒറ്റയാൻ എന്ന വിശേഷണം ആവോളം കേട്ടു. പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിനകത്തെ ശരികേടുകളെ ചോദ്യം ചെയ്യുന്നവൻ വിമതൻ. അവർക്ക് പ്രസ്ഥാനം നൽകിയ പേര് VS പക്ഷം. രാഷ്ട്രീയത്തിൽ ധാർമ്മികതയ്ക്ക് എത്രത്തോളം അർത്ഥതലങ്ങൾ ഉണ്ടെന്നൊരു ജനതയെ നയിച്ചു കാണിച്ചു കൊടുത്ത കമ്മ്യൂണിസ്റ്റ് തിട്ടൂരങ്ങളെ മതിലുയർത്തി നാവടക്കുവാൻ പറഞ്ഞ സ്വന്തം പ്രസ്ഥാനത്തിനകത്തും ഇതേ അഗ്നിയായും ആഴിയായും ഉയർന്നു പൊങ്ങിയ VS-നോളം മൂല്യമുള്ള മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരനെ ഇന്നിന്റെ രാഷ്ട്രീയത്തിൽ കാണാനിടയില്ല. 20ാം വയസ്സിൽ P കൃഷ്ണപിള്ളിയുടെ നിഴലിൽ പ്രസ്ഥാനത്തിനകത്തേക്ക് നടന്നു കയറിയ VS പതിറ്റാണ്ടുകൾക്കുമപ്പുറം ആ പ്രസ്ഥാനത്തോളം വളർന്നതും ചരിത്രമാണ്. ആലപ്പുഴയിലെ കർഷകരെയും കയർ തൊഴിലാളികളെയും സംഘടിപ്പിച്ച പാർട്ടിയിലെ അടിസ്ഥാന വർഗങ്ങളിൽ വേരൂന്നിച്ച സഖാവ് ഇക്കാലം അത്രയും അവർക്കൊപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ. പലതവണ പോലീസിന്റെ ബയണറ്റുകളുടെ കുത്തേറ്റ് ചോര വാർന്ന കാലുകൾ കുത്തി നിന്നാണ് അദ്ദേഹം മലയാള നാട്ടിൽ പ്രസ്ഥാനത്തിന് അടിത്തറയിട്ടത്. എന്നിട്ടും ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് വിളനിലമായ മാരാരിക്കുളത്ത് ആദ്യ ജനാധിപത്യ മത്സരത്തിൽ തോറ്റുമടങ്ങുവാനായിരുന്നു VS അച്യുതാനന്ദന് വിധി. പിന്നീട് അങ്ങോട്ട് പലതവണ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചും നയിച്ചുമൊക്കെ VS ഉണ്ടായിരുന്നു. പ്രകൃതിയാണ് ജീവൻ എന്ന സന്ദേശം ജീവിതത്തിലുടനീളം ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു അദ്ദേഹം. 2006-ൽ മൂന്നാറിൽ കയ്യേറ്റങ്ങൾക്കെതിരെ നടപടിയെടുക്കുവാൻ ഉത്തരവിറക്കുമ്പോൾ VS-നൊപ്പം അന്ന് ഇടുക്കിയിലെ CPM സെക്രട്ടറിയായ MM മണിയും ഉണ്ടായിരുന്നു. മണിയുടെ സഹോദരനായ ലംബോദരനെതിരെയും ഈ വിഷയത്തിൽ നടപടിയെടുക്കുവാൻ അദ്ദേഹത്തിന് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. ലാവ്ലിൻ മുതൽ പിന്നീട് അങ്ങോട്ട് പലതവണ പ്രസ്ഥാനത്തിനകത്തെ അനീതികൾക്കെതിരെ ശബ്ദിക്കുവാൻ അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. 2012-ൽ കമ്മ്യൂണിസ്റ്റ് ക്രിമിനലുകളാൽ കൊല്ലപ്പെട്ട TP ചന്ദ്രശേഖരന്റെ ഒഞ്ചിയത്തെ വീട്ടിലേക്ക് നടന്നു കയറിയപ്പോഴും VS നേതൃത്വത്തിന് അനഭിമതനായിരുന്നു. എന്നാൽ ഒഞ്ചിയത്ത് VS-ന് അഭിവാദ്യം അർപ്പിച്ച് മുദ്രാവാക്യം വിളിച്ച ജനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അല്ലാത്തവരുണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു VS. പാർട്ടിക്കാർ അല്ലാത്തവരെ കൊണ്ടുപോലും സഖാവ് എന്ന് വിളിപ്പിച്ച ജനനായകൻ. പിണറായി വിജയനെ ഒപ്പം കൂട്ടി പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിച്ചുവെങ്കിലും PB-യിൽ അംഗമായതോടെ പിണറായിയും വേറെ വഴിക്കായി. പിന്നീട് മുഖ്യമന്ത്രിയായപ്പോഴും പ്രതിപക്ഷ നേതാവായപ്പോഴും പാർട്ടി ഒരു വഴിക്ക് VS മറുവഴിക്ക് എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ. എന്നിട്ടും കാലാവധി പൂർത്തിയാക്കി തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദമൊഴിഞ്ഞത്. ആ സമയത്തും പിണറായി VS വൈര്യം ഉച്ചസ്ഥായിലായിരുന്നു. പിന്നീട് വന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ VS-നു പകരം പിണറായി വിജയനായിരുന്നു പാർട്ടിയുടെ മുഖമായി ഉയർന്നു വന്നത്. എന്നാൽ ആ തിരഞ്ഞെടുപ്പിൽ CPM അമ്പാടെ തകർന്നടിഞ്ഞു. പ്രസ്ഥാനം ദയനീയ പരാജയം ഏറ്റുവാങ്ങിയിട്ടും മാധ്യമങ്ങളെ കണ്ട VS-ന്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു ഉണ്ടായിരുന്നത്. നൂറ്റാണ്ട് പിന്നിട്ട ഒരു പ്രസ്ഥാനത്തിൽ 100 ആണ്ടും കൺമുന്നിൽ കണ്ട പുഞ്ചിരിയിൽ അത്ഭുതങ്ങൾ ഒന്നും തന്നെയില്ലായിരുന്നു. അതെ, ആ പ്രസ്ഥാനം തന്നെയാണ് സഖാവ് VS. പ്രയാധികത്തിനും കോവിഡിനും ശരീരത്തെ തളർത്താൻ കഴിഞ്ഞുവെങ്കിലും മനസ്സിലും ചിന്തകളിലും തെല്ലും വാർദ്ധക്യമില്ലാതെ നമ്മളോടൊപ്പം ജീവിച്ച സഖാവ്. അതെ, സഖാവ് VS ഇന്നില്ല. സഖാവ് VS-ന് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. സഖാവ് VS-ന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കടമകളെ കരളു തുടിപ്പിൻ തുടികൊട്ടി ഉണർത്തി വിടർത്തി